ഇത് എന്തെങ്കിലും ഇരിക്കണേന്ന് അറിയോ? ഇതാരെ കൊണ്ടുവന്നേന്ന് അറിയോ? ഇത് നമ്മുടെ തൃശ്ശൂര് റൗണ്ടില് ഇവിടെ പോകുമ്പോ ഇങ്ങനെയുള്ള ചുവന്ന ഈ പൈപ്പ് ലൈൻ ധാരാളം ആൾക്കാർ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്താന്നുള്ള പല ആൾക്കാർക്ക് അറിയില്ല. ഇതെന്താ സംഭവം എന്ന് വെച്ചാല് 2019 തൃശ്ശൂർ പൂരം നടക്കുന്ന സമയത്ത് ഈ പുറ്റിങ്ങൽ വെടിക്കെട്ടിന്റെ ആ ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിലെ വെടിക്കെട്ട് മുഴുവൻ നിരോധിച്ച ഒരു ഘട്ടമുണ്ടായിരുന്നു. അപ്പൊ അന്ന് തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ടെന്ന് വലിയ പ്രതിസന്ധി നേരിട്ട സമയത്ത് ഞാനന്ന് മന്ത്രിയായിരിക്കുന്ന ഇവിടുത്തെ എംഎൽഎ സമയത്താണ്. അന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ പെസോ ഏജൻസി അന്ന് ഒരുപാട് കണ്ടീഷൻസ് വെച്ചു. അതിൽ അവർ പറഞ്ഞ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇതിന് വെടിക്കെട്ടിന്റെ ഫിനിഷിംഗ് വരുന്ന പോയിന്റിൽ ഫയർ ഹൈഡ്രന്റ് സ്ഥാപിക്കണം. ആ സ്ഥാപിച്ചാൽ മാത്രമേ വെടിക്കെട്ടിന് അനുമതി തരാൻ പറ്റുള്ളൂ എന്നുള്ള അവസാനത്തെ അവരുടെ ഒരു നിർദ്ദേശം വെച്ചു. നിർദ്ദേശം എന്ന് പറഞ്ഞാൽ അതില്ലെങ്കിൽ വെടിക്കെട്ട് നടക്കില്ല, പൂരം നടക്കേണ്ട സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അന്ന് കൗശികനായിരുന്നു അന്നത്തെ ജില്ലാ കളക്ടർ. ഞാൻ കൗശികനോട് ചോദിച്ചു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫയർ ഹൈഡ്രന്റ് സ്ഥാപിക്കാൻ എന്താണ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ അന്ന് തീരുമാനം എടുത്തു. അതിന് വേണ്ടി വരുന്ന പൈസ എത്രയാണെങ്കിൽ ആ പൈസ എൻ്റെ MLA ഫണ്ടിന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 72 മണിക്കൂറുണ്ട് അന്നത്തെ വാട്ടർ അതോറിറ്റി കൂടി സഹായിച്ചുകൊണ്ട് നമ്മൾ ഈ റൗണ്ടിന്റെ ഒരു 85% കവർ ചെയ്യുന്ന തരത്തിലുള്ള ഫയർ ഹൈഡ്രന്റ് സ്ഥാപിച്ചു. ഈ ഫയർ ഹൈഡ്രന്റിന്റെ ഒരു പ്രത്യേകത, വെടിക്കെട്ടിന് എന്തെങ്കിലും തകരാർ സംഭവിച്ചാൽ അല്ലെങ്കിൽ തീപിടുത്തോ അല്ലെങ്കിൽ അപകടകരമായതിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് അകലെ നിന്ന് എത്ര ദൂരത്തേക്കും വെള്ളം പമ്പ് ചെയ്ത് കളയാൻ കഴിയുന്ന എടുത്താൻ കഴിയുന്ന ഒരു സംവിധാനമാണ്. അപ്പൊ അത് വെടിക്കെട്ടിന് മാത്രമല്ല അതിന്റെ നേട്ടം. നമ്മുടെ ഈ തൃശ്ശൂർ റൗണ്ടിന്റെ 85 പ്രദേശത്തും ഈ കെട്ടിടങ്ങളിൽ തീപിടുത്തുണ്ടായി കഴിഞ്ഞാൽ ഈ റൗണ്ടിൽ ഈ പൂരപ്പറമ്പിൽ നിന്നുകൊണ്ട് നമുക്ക് കെറ്റിംഗ് നടത്തി തീ കെടുത്താനുള്ള സംവിധാനം അന്ന് ഇവിടെ ഉണ്ടാക്കിയതാണ്.